ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബൂലിയൻ ആൾജിബ്ര ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ലോജിക് എക്സ്പ്രഷൻസ് അതിന്റെ ഫംഗ്ഷനാലിറ്റി ചേഞ്ച് ചെയ്യാതെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു ഫംഗ്ഷൻ f is equal to a bar b plus ab പ്ലസ് ബി ബാർ സി. അപ്പൊ നമുക്ക് ഈ ഒരു ലോജിക് ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ഗേറ്റ്സ് വേണമെന്ന് നോക്കാം. എ ബാർ ബി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ഒരു ആൻഡ് ഗേറ്റും വേണം. എ കോംപ്ലിമെന്റ് കിട്ടണം അല്ലെ, അപ്പൊ അതിന് നമുക്ക് ഒരു നോട്ട് ഗേറ്റ് വേണം. എ ബി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്കൊരു ആൻഡ് ഗേറ്റ് വേണം. ബി ബാർ സി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്കൊരു ആൻഡ് ഗേറ്റും വേണം. ബി കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു നോട്ട് ഗേറ്റും വേണം. ഇനി ഈ ഒരു ഓർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ രണ്ട് ഓർ ഗേറ്റും വേണം. അപ്പൊ ടോട്ടൽ നമുക്കിവിടെ ഈ ഒരു ലോജിക്കൽ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വയർ ചെയ്യുന്നത് 7 നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ്. നമ്പർ ഓഫ് ഗേറ്റ്സ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും, പവർ ഡിസിപ്പേഷൻ കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റൻഷൻ എന്തായിരിക്കും, എപ്പോഴും നമ്പർ ഓഫ് ഗേറ്റ്സ് കുറവായിരിക്കുന്നതാണ് ബെറ്റർ. അപ്പൊ നമ്മൾ ഈ ബൂലിയൻ ആൾജിബ്ര യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ലോജിക്കൽ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ, അതിന്റെ ഫംഗ്ഷനാലിറ്റി ചേഞ്ച് ചെയ്യാതെ തന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു റൂൾസ് യൂസ് ചെയ്ത് ഈ ഫംഗ്ഷനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് രണ്ട് ടേമിൽ എന്തുണ്ട്, ബി കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ബി ഇൻറ്റു എ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ സി എന്ന് എഴുതാം. എ പ്ലസ് എ ബാർ, ഇപ്പൊ എ 1 ആവുകയാണെങ്കിൽ എ ബാർ എന്തായിരിക്കും 0, 1 പ്ലസ് 0 എപ്പോഴും 1 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ബി പ്ലസ് ബി ബാർ സി എന്ന് എഴുതാം. ബി പ്ലസ് ബി ബാർ സി, ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. ബി പ്ലസ് ബി ബാർ സി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ബി പ്ലസ് സി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ബി പ്ലസ് സി ഇംപ്ലിമെന്റ് ചെയ്യാൻ ജസ്റ്റ് എന്താ, നമുക്കൊരു ഓർ ഗേറ്റ് യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി പ്ലസ് സി ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ലോജിക് ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ അതിനെ നമുക്ക് എത്ര ഗേറ്റ് വെച്ച് അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, നമുക്ക് വി റിക്വയർ ഓൺലി 1 ഗേറ്റ്. അപ്പൊ നമുക്ക് എന്താണ്, 7 ഗേറ്റ് വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഫംഗ്ഷനെ നമ്മൾ ബൂലിയൻ ആൾജിബ്ര കൊണ്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഗേറ്റിന്റെ റിക്വയർമെന്റ് ഉള്ളൂ, ഒരു ഗേറ്റേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയുന്നതനുസരിച്ച് പവർ ഡിസിപ്പേഷൻ കോസ്റ്റും ഒക്കെ കുറയും. അപ്പൊ നമുക്കിനി ബൂലിയൻ ആൾജിബ്രയുടെ ലോസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൂലിയൻ ആൾജിബ്രയുടെ മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആൻഡ്, ഓർ ആൻഡ് നോട്ട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് ഓപ്പറേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ അറിയായിരിക്കും. അപ്പൊ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ബി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ആണ്. അതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് എഴുതി നോക്കാം. എ ബി ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന y. അപ്പൊ നമുക്ക് ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴായിരിക്കും ഹൈ ആകുന്നത്, നമ്മുടെ ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് ഹൈ ആവത്തുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് എന്താവത്തില്ല, ഹൈ ആവത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ കേസസ് 0 0 0 1 1 0 1 1. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട്, നമ്മുടെ ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവൂ. ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും, ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇതാണ് നമ്മുടെ ബേസിക് ട്രൂത്ത് ടേബിൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ നമുക്ക് ആൻഡിന്റെ ബേസിക് ആൻഡ് ലോസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്, എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എന്താണ്, എ ഡോട്ട് എ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എ ആയിരിക്കും. ഇപ്പൊ ഇൻപുട്ട് സെയിം ആണ്. ഇൻപുട്ട് സെയിം എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒന്നുകിൽ എയുടെ വാല്യൂ 0 വരാം, അല്ലെങ്കിൽ എയുടെ വാല്യൂ 1 വരാം. അപ്പൊ എ ഡോട്ട് എ ആദ്യം 0 വരുന്ന കേസ് എടുക്കുമ്പോൾ 0 തന്നെ കിട്ടും. 1 തന്നെ കിട്ടും. അതായത് നമ്മുടെ എയുടെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എ ഡോട്ട് എ ചെയ്യുന്ന സമയത്ത് ആ സെയിം വാല്യൂ തന്നെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഐഡം പൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലോ എന്ന് പറയുന്നത് 0 ലോ ആണ്. അപ്പൊ നമുക്ക് 0 ലോ നോക്കാം. എ ഡോട്ട് 0 എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, അതായത് എയുടെ വാല്യൂ 1 ആയാലും എയുടെ വാല്യൂ 0 ആയാലും നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴായിരിക്കും ആൻഡ് ഓപ്പറേഷനിൽ ഹൈ ആകുന്നത്, ഔട്ട്പുട്ട് ഹൈ ആകണമെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും ഔട്ട്പുട്ട് ലോ ആണ്. ഇവിടെ ആദ്യമേ തന്നെ ഒരു ഔട്ട്പുട്ട് ലോ ആണ്. സോ അതിന്റെ കൂടെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഇൻപുട്ട് ഹൈ ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ, ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ 0
ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐഡന്റിറ്റി ലോ ആണ്. ഐഡന്റിറ്റി ലോ എന്ന് പറയുമ്പോൾ A.1 നമ്മൾ ആൻഡ് ഓപ്പറേഷനിൽ പഠിച്ചു. നമ്മുടെ ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. അപ്പൊ ഒരു ഇൻപുട്ട് ഹൈ ആണ്, അപ്പൊ ഈ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ട് എന്താണോ അത് തന്നെ ആയിരിക്കുമല്ലോ ഔട്ട്പുട്ടിൽ വരുന്നത്. ഈ ഇൻപുട്ട് 0 into 1 ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ 0 into 1 0 തന്നെ വരും. എയുടെ വാല്യൂ ഹൈ വന്നു കഴിഞ്ഞാൽ, അതായത് 1 into 1 ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെ വരും. അതായത് A into 1 is equal to A. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് ആണ്, എല്ലാം നമ്മൾ ഓർത്തിരിക്കുക. എല്ലാം നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്നത് തന്നെയാണ്. ഇനി അടുത്തതാണ് കോംപ്ലിമെന്റ് ലോ. അപ്പൊ കോംപ്ലിമെന്റ് ലോ എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്റ് ലോ A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? A കോംപ്ലിമെന്റ് എപ്പോഴും 0 ആയിരിക്കും. അത് എങ്ങനെ വന്നു? ഇപ്പൊ എയുടെ വാല്യൂ 1 ആവുന്ന കേസ് നോക്കാം ആദ്യം. എയുടെ വാല്യൂ 1 ആവുമ്പോൾ A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. 1 into 0 എപ്പോഴും 0 ആണ്. ഇനി അടുത്ത് എയുടെ വാല്യൂ 0 ആവുന്ന കേസ് നോക്കാം. 0 into A കോംപ്ലിമെന്റ് 1. അപ്പൊ 0 into 1 0 ആണ്. അപ്പൊ നമ്മുടെ കോംപ്ലിമെന്റ് ലോ എന്താണ്? A കോംപ്ലിമെന്റ് ഈക്വൽ ടു 0. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ആൻഡ് ലോസ്. ആദ്യത്തെ ലോ എന്ന് പറയുന്നത് നമ്മുടെ സെയിം നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ ഇറ്റ്സെൽഫ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഐഡംപൊട്ടന്റ്. നെയിം ഓർത്ത് വെക്കുക, ഐഡംപൊട്ടന്റ് ലോ. 0 law ആണ്. A.0 equal to 0. Then identity law A.1 equal to A. After that complement law A.A complement എന്ന് പറയുന്നത് equal to 0 ആണ്. ഓരോന്ന് എങ്ങനെ വന്നു എന്ന് വിത്ത് ട്രൂത്ത് ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഓർ ഓപ്പറേഷൻ ആണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഓർ ഗേറ്റും അതിന്റെ ട്രൂത്ത് ടേബിളും ഒക്കെ എല്ലാവർക്കും അറിയാം. A B. അപ്പൊ നമ്മുടെ y is equal to എന്താണ്? A plus B ആണ്. ഇനി നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. A B and Y. നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴായിരിക്കും ഹൈ ആകുന്നത്? ഒന്നുകിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ 0 0 0 1 1 0 1 1. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആകുവാണെങ്കിൽ തന്നെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആകുമ്പോൾ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആകും. അപ്പൊ 0 0 രണ്ട് ഇൻപുട്ടും ലോ ആണ്, അപ്പൊ ഔട്ട്പുട്ട് ലോ ആണ്. ഇവിടെ എന്താണ്? ഒരു ഇൻപുട്ട് ഹൈ ആയി, അപ്പൊ ഔട്ട്പുട്ട് ഹൈ ആണ്. ഒരു ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ, രണ്ട് ഇൻപുട്ട് ഹൈ ആകുമ്പോഴും ഔട്ട്പുട്ട് ഹൈ ആണ്. ഇതാണ് എന്ത്? ഓർ ഓപ്പറേഷന്റെ ബേസിക് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ലോസ് നോക്കാം. ലോസ് ഓഫ് ഓർ ഓപ്പറേഷൻ നോക്കാം. ആദ്യത്തെ ലോ A plus A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് തന്നെ കിട്ടും? A തന്നെ കിട്ടും. നമ്മുടെ എയുടെ വാല്യൂ ഒന്നുകിൽ 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം. അപ്പൊ രണ്ടും 0 plus 0 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 1 plus 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. അതായത് നമ്മുടെ ഓർ ലോ എന്താ പറയുന്നത്? A plus A. നമ്മുടെ ഇൻപുട്ട് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പൊ A plus A എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു എന്താണ്? A ആണ്. ഇനി അടുത്ത ലോ നോക്കാം, നൾ ലോ. നൾ ലോ എന്താ പറയുന്നത്? A plus 0 ഈസ് ഈക്വൽ ടു A എന്നാ പറയുന്നത്. അതായത് നമ്മള് +0 ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ഓർ ഓപ്പറേഷന്റെ ട്രൂത്ത് ടേബിൾ പറഞ്ഞു, നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആകണമെങ്കിൽ ഏത് രണ്ട് ഇൻപുട്ടും ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് എങ്കിലും ഹൈ ആവണം. ഇവിടെ ഇപ്പൊ ഒരു ഇൻപുട്ട് ലോ ആണ്. അപ്പൊ അടുത്ത ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വരണമെന്ന്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പൊ എയുടെ വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. എയുടെ വാല്യൂ 1 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? A plus 0 is equal to A എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൾ ലോ എന്ന് പറയുന്നത്. നൾ ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോ ആണ്. ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത് എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഐഡന്റിറ്റി ലോ. ചിലപ്പം കൺഫ്യൂഷൻ വന്ന് തെറ്റാനും സാധ്യതയുണ്ട്. A plus 1 എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഓർ ഓപ്പറേഷനിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എപ്പോഴും ഹൈ ആയിരിക്കും. മറ്റേ ഇൻപുട്ടിന് ഡിപ്പെൻഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ വാല്യൂ 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് ഹൈ ഫോർ ഓർ ഗേറ്റ്. അപ്പൊ നമുക്ക് A+1 എന്തെന്ന് പറയാൻ പറ്റും? 1 എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്, എല്ലാവരും ഓർത്തിരിക്കുക. ഈ ഒരു ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ലോ. അപ്പൊ നമ്മൾ നൾ ലോ നോക്കി, ഐഡന്റിറ്റി ലോ നോക്കി, ഇനി കോംപ്ലിമെന്റ് ലോ നോക്കാം. A+A കോംപ്ലിമെന്റ്. A+A കോംപ്ലിമെന്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുക. എയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ A കോംപ്ലിമെന്റ് 0 ആയിരിക്കും. അപ്പൊ 1 + 0 എപ്പോഴും എന്തായിരിക്കും? 1 വരും. ഇനി അടുത്ത് എയുടെ വാല്യൂ 0യും A കോംപ്ലിമെന്റ് അപ്പൊ 1 ആവും. 0 + 1 ചെയ്താലും 1 കിട്ടും. അപ്പൊ A+A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിലെ ലോ എന്തെങ്കിലും മറന്നുപോയാലും ട്രൂത്ത് ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്താം. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലോസ് ഓഫ് ആൻഡ് ഓപ്പറേഷൻ നോക്കി, ലോസ് ഓഫ് ഓർ ഓപ്പറേഷൻസ് നോക്കി. ഇതെന്ന് പറയുന്നത് നോട്ട് ഓപ്പറേഷൻ ആണ്. ഈ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സാധാ ഓർഡിനറി ഓൾജിബ്രയുടെ നമ്മുടെ ഇൻവേർഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റേഷന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഈ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം എയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് A ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം A കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് ഡബിൾ കോംപ്ലിമെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A ഇറ്റ്സെൽഫ് ആയിരിക്കും. നമ്മൾ A എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ട് പിന്നെയും ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ഇൻപുട്ട് തന്നെ കിട്ടും. A കോംപ്ലിമെന്റ് കിട്ടും. A കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു A ഇറ്റ്സെൽഫ്. അപ്പൊ അടുത്ത നമ്മൾ നോക്കിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നോട്ട് ഓപ്പറേഷൻ ആണ്. അപ്പം ബൂളിയൻ ഓൾജിബ്രയിലെ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ഓർഡിനറി ഓൾജിബ്രയിലെ കോംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഇൻവേർഷന്റെ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പം അതിനെ നമ്മൾ നോട്ട് ഓപ്പറേഷൻ നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ വിൽ ഗെറ്റ് A കോംപ്ലിമെന്റ്. ഡബിൾ കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് A കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു A ഇറ്റ്സെൽഫ്. ഇനി അടുത്തത് ലോസ് ഓഫ് ബൂളിയൻ ഓൾജിബ്രയാണ്. ബൂളിയൻ ഓൾജിബ്രയുടെ പ്രധാനപ്പെട്ട ലോസ് ആണ് നോക്കുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്ന ലോ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ മെയിൻലി 2 ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ത് അലോ ചെയ്യും? ആൻഡ് ഓപ്പറേഷനിലും ഓർ ഓപ്പറേഷനിലും പൊസിഷന്റെ ചേഞ്ച് അലോ ചെയ്യുന്ന ലോ ആണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ലോ നോക്കാം. A+B എന്ന് പറയുന്നത് ഈക്വൽ ടു B+A ആണ്. അത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ലോ തന്നെയാണ്. ഇനി A.B is equal to എന്താണ്? B.A. അതാണ് ആദ്യത്തെ ലോ ആയ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ലോയിലോട്ട് പോവാം. അടുത്ത ലോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. വളരെ പ്രധാനപ്പെട്ട ലോ ആണ്. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യത്തേത് ബേസിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എല്ലാവർക്കും അറിയാം. A.B+C എന്ന് പറയുന്നത് AB + AC ആണ്. അതുപോലെ അടുത്തൊരു ലോ ഉണ്ട്. അത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ലോ ആണ്, എന്നാലും എല്ലാവർക്കും അത് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലോ ആണ്. A+B.C എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? A+B.A+C. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, A.B+C എന്ന് പറയുന്ന ഈക്വൽ ടു AB + AC. ഇനി ഇതിന്റെ ഓപ്പറേഷൻസ് നമ്മളൊന്ന് നെഗേറ്റ് ചെയ്യുകയാണ്. അതായത് ആൻഡ് ഓപ്പറേഷൻ ഇവിടെ ഓർ ആവും, ഓർ എന്താവും? ആൻഡ് ആവും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? A.B+C എന്ന് പറയുന്നത് AB + AC ആണെങ്കിൽ ഓർത്തിരിക്കുക A+B.C എന്ന് പറയുന്നത് ഈക്വൽ ടു A+B.A+C ആണ്. ഇവിടെ എന്താണ്? ഡോട്ട് ഓപ്പറേഷൻ ഓർ ആവും, ഇവിടെ ഓർ ഓപ്പറേഷൻ ആൻഡ് ആവും. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ ബേസിക് ലോ എല്ലാവർക്കും അറിയാം. A.B+C എന്ന് പറയുന്നത് AB + AC ആണ്. അടുത്ത ലോ എന്താണ്? A+B.C ആണ്. A+B.C എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് ഓപ്പോസിറ്റ് എടുത്താൽ മതി. ആൻഡ് ഓർ ആവും, ഓർ ആൻഡ് ആവും. അപ്പൊ A+B.C എന്ന് പറയുന്നത് എന്താണ്? A+B.A+C ആണ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും കഴിഞ്ഞു. ഇനി അസോസിയേറ്റീവ് ലോ, ബേസിക് ആയിട്ടുള്ള അസോസിയേറ്റീവ് നമുക്ക് അറിയാം. A.B.C ഈക്വൽ ടു A.B.C. അതുപോലെ A+B
പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതാണ് അസോസിയേറ്റീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലോസ് നോക്കി, കമ്മ്യൂട്ടേറ്റീവ് ലോ നോക്കി, അസോസിയേറ്റീവ് ലോ നോക്കി, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നോക്കി. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അതിന്റെ സെക്കൻഡ് കേസ് എല്ലാവരും ഓർത്തിരിക്കുക. ഇനി ഐഡം പൊട്ടന്റ് ലോ, ഇത് പല MCQസിലും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ എ ഡോട്ട് എ അല്ലെങ്കിൽ എ പ്ലസ് എ ഈക്വൽ ടു എ എന്ന് തന്നിട്ട് പല ഡിഫറെന്റ് ലോസ് മെൻഷൻ ചെയ്യും. ഇത് ഏത് ലോയിനെ സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഈ എ ഡോട്ട് എ ആൻഡ് ലോ പറഞ്ഞ സമയത്ത്, ലോസ് ഓഫ് ആൻഡ് ഓപ്പറേഷൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എ ഡോട്ട് എ ആണ്, എ പ്ലസ് എയും എ ആണ്. ഇതിനെ പറയുന്ന ലോ ആണ് എന്ത്? ഐഡം പൊട്ടന്റ് ലോ. ഐഡം പൊട്ടന്റ് ലോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഐഡം പൊട്ടന്റ് ലോ എന്ന് പറയുന്ന നമുക്ക് സെയിം വാല്യൂ, നമ്മുടെ ഇൻപുട്ട് സെയിം ആണെങ്കിൽ അത് ആൻഡ് ലോസ് ഓഫ് ആൻഡ് ഓപ്പറേഷനിലും ലോസ് ഓഫ് ഓർ ഓപ്പറേഷനിലും നമ്മൾ പഠിച്ചു. എ ഡോട്ട് എ ഈക്വൽ ടു എ ആൻഡ് എ പ്ലസ് എ ഈക്വൽ ടു എ. ഈ ഒരു ലോയിനെ പറയുന്ന പേരാണ് ഐഡം പൊട്ടന്റ് ലോ എന്ന് പറയും. ഇനി അടുത്ത അബ്സോർപ്ഷൻ ലോ ആണ്. അബ്സോർപ്ഷൻ ലോ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എ പ്ലസ് എ ബി ഈസ് ഈക്വൽ ടു എ. ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കാം. എ പ്ലസ് എ ബി ഈസ് ഈക്വൽ ടു എ വരുന്ന ലോ ആണ് അബ്സോർപ്ഷൻ ലോ. ഇത് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. എ പ്ലസ് എ ബി, രണ്ട് ടേമിലും എ കോമൺ ആയിട്ടുണ്ട്. എ ഇൻറ്റു 1 പ്ലസ് ബി. 1 പ്ലസ് ലോസ് ഓഫ് ഓപ്പറേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു 1 പ്ലസ് ഓർ ഓപ്പറേഷനിൽ ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പൊ 1 പ്ലസ് ബി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം എ ഇൻറ്റു 1 which is equal to a itself. അപ്പൊ a plus ab equal to a, ആ ഒരു ലോയിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? a into a plus b equal to a എന്ന് പറയാം. Again എന്താണ്? a into a itself plus ab. അപ്പം a into 1 plus b തന്നെ, which is equal to a. അപ്പം a plus ab equal to a അല്ലെങ്കിൽ a into a plus b equal to a. ഇതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻവല്യൂഷണറി ലോ ആണ്. അതെന്ന് പറയുന്നത് a complement the whole complement which is equal to a. ഇതിനെയാണ് നമ്മൾ ഇൻവല്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബൂളിയൻ ഓൾജിബ്രയുടെ തിയറംസ് നോക്കാം. ഡി മോർഗൻ തിയറം ആണ്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ സം ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾസ് ഒക്കെ ഇൻവേർട്ടഡ് ആണെങ്കിൽ അത്തരം കേസസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു തിയറം ആണ് എന്ത്? ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡി മോർഗൻസ് തിയറം നോക്കാം. രണ്ട് ഡിഫറെന്റ് തിയറം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. അതായത് ഈ ഓപ്പറേഷൻസ് ഓരോന്നിനും കോംപ്ലിമെന്റ് അപ്ലൈ ചെയ്തിട്ട് ഓപ്പറേഷൻസ് ഓപ്പോസിറ്റ് എടുത്താൽ മതി. എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. അതുപോലെ തന്നെ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ്, എ പ്ലസ് ബി എന്താവും? എ ഡോട്ട് ബി ആവും. ഓരോന്നിനും കോംപ്ലിമെന്റ് കൊടുക്കുക. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മുടെ സം ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾസിലൊക്കെ ഇൻവേർട്ടഡ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ ആണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോയിലെ രണ്ട് പ്രധാനപ്പെട്ട ലോ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തത് എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. എഗെയിൻ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ആണ്. ഇനി ജനറലൈസ്ഡ് നമ്പർ ഓഫ് n നമ്പർ ഓഫ് ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് സിമിലർ ആണ്. a1 ഡോട്ട് a2 ഡോട്ട് a3 ഡോട്ട് എക്സെട്ര അപ് ടു an ദ ഹോൾ കോംപ്ലിമെന്റ്. ഡോട്ട് ഓപ്പറേഷൻ എന്താവും? ഓർ ആവും. ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് കോംപ്ലിമെന്റ് കൊടുക്കുക. a1 കോംപ്ലിമെന്റ് പ്ലസ് a2 കോംപ്ലിമെന്റ് പ്ലസ് a3 കോംപ്ലിമെന്റ് പ്ലസ് എക്സെട്ര അപ് ടു an കോംപ്ലിമെന്റ് എന്ന് വരും. എഗെയിൻ രണ്ടാമത്തത് a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര അപ് ടു an ദ ഹോൾ കോംപ്ലിമെന്റ്. ഓരോന്നിനും ഓർ ഓപ്പറേഷന് പകരം ആൻഡ് ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ a1 കോംപ്ലിമെന്റ് ഡോട്ട് a2 കോംപ്ലിമെന്റ് ഡോട്ട് a3 കോംപ്ലിമെന്റ് എക്സെട്ര അപ് ടു an കോംപ്ലിമെന്റ് എന്ന് വരും. ഇതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് ബൂളിയൻ ഓൾജിബ്രയാണ് പഠിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇൻ ബൂളിയൻ ഓൾജിബ്ര ദ ഓർ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ബൈ വിച്ച് പ്രോപ്പർട്ടീസ്? ഏതൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ബൂളിയൻ ഓൾജിബ്രയിൽ ഓർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്? നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് നോക്കി, അസോസിയേറ്റീവ് നോക്കി, ഡിസ്ട്രിബ്യൂട്ടീവ് നോക്കി. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി മെൻഷൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്പ്രഷൻ ഫോർ അബ്സോർപ്ഷൻ ലോ. ഇതിൽ അബ്സോർപ്ഷൻ ലോ എന്താണ് വരുന്നത്? അബ്സോർപ്ഷൻ ലോ നമ്മൾ നോക്കിയായിരുന്നു. എ പ്ലസ് എ ബി ഈസ് ഈക്വൽ ടു ബി. അതാണ് അബ്സോർപ്ഷൻ ലോ അല്ലെ? എ ഇൻറ്റു 1 പ്ലസ്
ബി എന്ന് വരും. 1 plus b is equal to 1 itself ആണ്. അപ്പൊ a into 1 which is equal to a എന്ന് വരും. അപ്പൊ a plus എ ബി is equal to a plus a, ഇവിടെ ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. a plus a b is equal to a ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. അബ്സോർപ്ഷൻ ലോ കറക്റ്റ് ആയിട്ട് വരുന്നത് a plus a b is equal to a ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻവല്യൂഷൻ ഓഫ് a is equal to, ഇൻവല്യൂഷൻ ഓഫ് a എന്ന് പറയുമ്പോൾ a complement the whole complement which is equal to a itself. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. a into a plus b, a into a plus b എന്ന് പറയുന്നത് എന്താണ്? a into a plus b, a plus ab which is equal to a into 1 plus b which is equal to a എന്ന് വരും. അതായത് ഓപ്ഷൻ ഡി ആണ് a into a plus b എന്ന് പറയുന്നത്. ഇനി അടുത്തത് a plus b into a കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് ആണ് വരുന്നത്. അതെങ്ങനെ വരുമെന്ന് നോക്കാം നമുക്ക്. അപ്പൊ എങ്ങനെ വരും? a into a കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് പ്ലസ് b into a കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ്. b into b കോംപ്ലിമെന്റ് എന്താണ്? 0 ആണ്. a into a കോംപ്ലിമെന്റ് എന്താണ്? 0 ആണ്. അപ്പൊ 0 plus 0 equal to 0 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. കോംപ്ലിമെന്റ് ഓഫ് ദി എക്സ്പ്രഷൻ, ഈ തന്നിട്ടുള്ള എക്സ്പ്രഷന്റെ കോംപ്ലിമെന്റ് എടുക്കുക. അപ്പം ഈ തന്നിട്ടുള്ള എക്സ്പ്രഷന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? എ കോംപ്ലിമെന്റിന്റെ ആദ്യത്തെ ടേമിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എ എന്ന് വരും. ഇനി ആൻഡ് ഓപ്പറേഷന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഓർ ഓപ്പറേഷൻ വരും. ബി എടുക്കുമ്പോൾ ബി കോംപ്ലിമെന്റ് എന്ന് വരും. ഓർ എന്ത് വരും? ആൻഡ് വരും. ദെൻ സി കോംപ്ലിമെന്റ് പ്ലസ് ഡി എന്ന് വരും. അപ്പൊ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മൾ ബൂളിയൻ എക്സ്പ്രഷനും പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQസും ചെയ്തു. ഫർദർ വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ നോട്ട്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.